നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 16ാം കേരള നിയമസഭയിലേക്കുള്ള പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. മുന്നണികൾ അവസാനഘട്ട പ്രചരണത്തിൽ. കൊണ്ടും കൊടുത്തും ആരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കലാശക്കൊട്ടിന് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർത്ത വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി. ആയിരക്കണക്കിന് നിക്ഷേപകർ അവരുടെ ജീവിത സമ്പാദ്യം നഷ്ടപ്പെട്ടുവെന്നും ഈ വിഷയത്തിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ലെന്നും കുന്നംകുളത്തെ പ്രചരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി. ഒന്നേകാൽ കിലോഗ്രാം കഞ്ചാവുമായി വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം, ബ്ലാങ്ങാട്, ഒരുമനയൂർ, മുത്തമ്മാവ് മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനക്കാരനായ കടപ്പുറം ഇരട്ടപ്പുഴ വലിയകത്ത് വീട്ടിൽ കൃഷ്ണൻ മകൻ രഞ്ജിത്താണ് പിടിയിലായത്. പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർത്ത വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി. കുന്നംകുളത്ത് UDF പ്രചരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ്. ആയിരക്കണക്കിന് നിക്ഷേപകർ അവരുടെ ജീവിത സമ്പാദ്യം നഷ്ടപ്പെട്ടുവെന്നും ഈ വിഷയത്തിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. അന്വേഷണ ഏജൻസികളുടെ ഇടപെടൽ വൈകിയതും പ്രധാന പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടും സർക്കാർ സ്വീകരിച്ചുവെന്നാണ് ആരോപണം. ഭാരതീയ ജനതാ പാർട്ടിയും LDFും തമ്മിൽ രഹസ്യധാരണയുണ്ടെന്നാണ് രാഹുൽ ഗാന്ധി ആരോപിച്ചത്. പൊതുവേദികളിൽ ഇരുവരും തമ്മിൽ വാക്കുതർക്കം നടക്കുന്നുണ്ടെങ്കിലും അഴിമതിയും അന്വേഷണങ്ങളും സംബന്ധിച്ച വിഷയങ്ങളിൽ ഇരുവരും തമ്മിൽ സഹകരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം രാഷ്ട്രീയ നാടകമാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ BJPയും LDFും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇന്ധനവില വർധന, തൊഴിൽക്ഷാമം, ബാങ്കിംഗ് മേഖലയിലെ പ്രതിസന്ധി എന്നിവ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. UDFന്റെ സ്നേഹോപഹാരവും ഏറ്റുവാങ്ങിയാണ് രാഹുൽ ഗാന്ധി മടങ്ങിയത്. If you fight the BJP, they will put cases on you, they will attack you. 36 cases on me. നിങ്ങൾ BJP എതിർക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ ആക്രമിക്കും, നിങ്ങൾക്കെതിരെ കേസുകൾ രജിസ്റ്റർ ചെയ്യും. എനിക്കെതിരെ 36 കേസുകളാണുള്ളത്. And my attitude with them is you do what you have to do, I do what I have to do. എന്റെ അവരോടുള്ള സമീപനം എന്താണെന്നറിയോ? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളുക, എനിക്ക് വേണ്ടത് ഞാനും ചെയ്യും. Surprisingly, no cases, no attack from BJP on your chief minister. പക്ഷേ അതിശയകരമെന്ന് പറയട്ടെ, നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു കേസും ഇല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഒരു വിധത്തിൽ ആക്രമിക്കുന്നുമില്ല. Prime Minister Modi comes here, in every speech he talks about God, he talks about Hinduism, he talks about religion, but in Kerala he does not talk about Sabarimala and the gold stolen from Sabarimala. പ്രധാനമന്ത്രി കേരളത്തിൽ വരും, എല്ലാ പ്രസംഗത്തിലും അദ്ദേഹം അമ്പലങ്ങളെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും പറയും. പക്ഷേ കേരളത്തിൽ വന്നിട്ട് ശബരിമലയിലെ സ്വർണം കൊള്ളയടിച്ചതിനെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. Not one word. ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. Because he wants to protect his partner. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പങ്കാളിയെ സംരക്ഷിക്കണം. What about the Karavanur bank scam? കരുവന്നൂർ ബാങ്ക് അഴിമതിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ED said that over 100 crore rupees was stolen by the CPM. ED പറഞ്ഞത് എന്താണ്? CPM ഏകദേശം 100 കോടി രൂപ അതിൽ നിന്നുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ED പറഞ്ഞത്. Top CPM leaders looted 300 crore from innocent people. നിഷ്കളങ്കരായ ആളുകളിൽ നിന്ന് CPMന്റെ വലിയ വലിയ നേതാക്കൾ 300 കോടിയാണ് അവരിൽ നിന്ന് കൈക്കലാക്കിയത്. Everybody knows that the chain of looting goes right up to the chief minister. ഈ കൊള്ളയുടെ അത് എത്തിച്ചേരുന്നത് മുഖ്യമന്ത്രിയിലാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. And Modi uses this case as leverage to control your chief minister. ഈ കേസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ഇന്ന് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. We will take strict action against these people and they will get the harshest punishment possible for this scam. ഇവർക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും. അവർക്ക് കൃത്യമായ ശക്തമായ ശിക്ഷ ലഭിക്കുന്നതായിരിക്കും.
മണലൂർ UDF സ്ഥാനാർത്ഥി TN പ്രതാപനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VA ഫിറോസ്. TN പ്രതാപൻ പകൽ കോൺഗ്രസും രാത്രി BJPയുമാണെന്നും ഫിറോസ് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയ ആളാണ് പ്രതാപൻ. പ്രതാപന്റെ മകന്റെ കാറിൽ കൊണ്ടുവന്ന 8 കോടി രൂപ മണലൂർ നാട്ടിക മണ്ഡലങ്ങളിൽ വിതരണം ചെയ്തു. കയ്പമംഗലം നാട്ടിക എന്നിവിടങ്ങളിലെ കോൺഗ്രസ് നേതാക്കളാണ് പണം വിതരണം ചെയ്തത്. പ്രതാപനെ മന്ത്രിയാക്കാം എന്ന് KC വേണുഗോപാൽ പറഞ്ഞത് പ്രതാപന്റെ ഭീഷണിയെ തുടർന്നാണ്. KC വേണുഗോപാലിന്റെ കുൽസിത വീഡിയോ വെച്ച് പ്രതാപൻ വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. KC വേണുഗോപാൽ ചില കാര്യങ്ങളിൽ മോശമാണ്. വീഡിയോ പുറത്തുവന്നാൽ വേണുഗോപാലിന് ആത്മഹത്യ ചെയ്യേണ്ടി വരും. പ്രതാപന്റെ ബ്ലാക്ക്മെയിലിനെ തുടർന്നാണ് മണലൂരിൽ സീറ്റ് ലഭിച്ചത്. നാട്ടികയിലെ കോൺഗ്രസ് നേതാവ് CM നൌഷാദ് പ്രതാപന്റെ ബിനാമിയാണ്. തൃപ്രയാറിൽ പ്രതാപന് ഹോട്ടലും വയനാട് റിസോർട്ടുകളുമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ ബിനാമി സ്വത്ത് പ്രതാപനുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലും ബിസിനസ്സുകളുണ്ട്. ഗുരുവായൂരിൽ ലീഗ് സ്ഥാനാർത്ഥി CH റഷീദിനെ തോൽപ്പിക്കാനും BJP സ്ഥാനാർത്ഥി ഗോപാലകൃഷ്ണനെ വിജയിപ്പിക്കാനും പ്രതാപൻ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പകരം മണലൂരിൽ തന്നെ ജയിപ്പിക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയാണുണ്ടായത്. കോടി രൂപയുടെ ആസ്തികൾ TM പ്രതാപൻ, ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ ഗോപാലകൃഷ്ണനായിട്ട് TM പ്രതാപൻ അനിയൻ ബാബുചേട്ടൻ ബാബേ, മനസ്സിലായ? അനീഷിനത്തിൽ പങ്കില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, അനീഷിനത്തിൽ പങ്കില്ല. പക്ഷേ TM പ്രതാപൻ ജയിക്കണമെന്ന ആഗ്രഹം ആർക്കുണ്ട്? ഗോപാലകൃഷ്ണൻ. അതിന് ഗുരുവായൂരില് തിരിച്ച് സഹായം ചെയ്യാതെ പ്രതാപൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. ഡീൽ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഗുരുവായൂരില് റഷീദിനെ തോൽപ്പിച്ച് അവിടെ ഒരു BJPയുടെ MLA ഞാൻ നിനക്ക് തരാമെന്ന് TM പ്രതാപൻ ഉറപ്പുണ്ടായത് ഗോപാലകൃഷ്ണൻ. പകരമായിട്ട് എന്താ പറയുക? മണലൂര് TM പ്രതാപനെ ഗോപാലകൃഷ്ണൻ. ഈ സാധനം ഗോപാലകൃഷ്ണനാണ് ഒറ്റ കൊടുത്തുള്ളത്. ആർക്ക്? TM പ്രതാപൻ. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ അറിഞ്ഞു ഇങ്ങനെ നടക്കണമെന്നുള്ളത്. അതിലേക്ക് പ്രതാപൻ ഇടിച്ചു കയറുന്നു. പോലീസിന് കേസെടുക്കാൻ പറയുന്നു. ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. മുൻകൂട്ടി പ്രതാപൻ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് പ്രതാപൻ കൃത്യമായിട്ട് അറിയേണ്ടതാണ്. അദ്ദേഹത്തെ പോലെ ഇത്ര വലിയ ഫ്രോഡ് ജീവിതത്തില് സത്യം, നീതി, ധർമ്മം എന്ന് പറയുന്നത് ആളെ മനസ്സിന് ശരീരത്തിന് ഒരു ഇഞ്ചിന്റെ മാറ്റം കൊണ്ട് കേൾക്കില്ല. അത്ര മഹാമോശനായിരുന്നു. അയാൾക്ക് ഒരൊറ്റ ചിന്തയുള്ളൂ. അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കള്, എനിക്ക് കാശുണ്ടാക്കണം. അതിനയാൾ എവിടം വരെ മതിയിറങ്ങട്ടെ, അവിടെ വരും. കേസിനെ പോലും പേടിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ TM പ്രതാപൻ ഇത്രയ്ക്കുള്ളൂ. ആരാണ് നിങ്ങളൊക്കെ അറിയാം? ഇയാളെ ഭയപ്പെടണം. ഇയാളുടെ കയ്യിൽ കേസിക്കെതിരെ മാത്രമല്ല, കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള പല സാധനങ്ങളും ഇയാളുടെ കയ്യിലുണ്ട്. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്നതാണ് പ്രതാപന്റെ തോൽവി. K മുരളീധരനെ തൃശൂരിൽ പ്രതാപൻ തോൽപ്പിക്കാൻ കാരണം തൃശൂർ കോൺഗ്രസിന്റെ നിയന്ത്രണം മുരളീധരനിൽ വരും എന്ന കാരണത്താലാണ്. K മുരളീധരൻ തോറ്റപ്പോൾ KPCC നടത്തിയ അന്വേഷണത്തിൽ പ്രതാപൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. കോടികൾ വിതരണം ചെയ്തതിന്റെ തെളിവ് സഹിതം ഉണ്ടായിരുന്നു. എന്നാൽ നടപടിയെടുക്കേണ്ട AICC സെക്രട്ടറി KC വേണുഗോപാലിനെ പ്രതാപൻ ഭീഷണിപ്പെടുത്തി നടപടി വേണ്ടെന്ന് വെപ്പിക്കുകയായിരുന്നുവെന്നും VA ഫിറോസ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. TN പ്രതാപനെ പോലെ ഒരു ഫ്രോഡ് അവിടെ ജയിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ ജയിക്കാൻ സാധ്യത രവീന്ദ്രമാഷാണ്. ഒരു തർക്കക്കാരി. പ്രൊഫസർ രവീന്ദ്രമാഷും TM പ്രതാപനും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാൻ പറയില്ലേ, കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് നിയോജകത്തിൽ മാത്രം 8 കോടി രൂപ TM പ്രതാപന്റെ കൈകളിലൂടെ വന്ന് അത് വിതരണം ചെയ്തവനാണ് TM പ്രതാപൻ. കോൺഗ്രസിനെ K മുരളീധരൻ തോൽപ്പിച്ച് മൂന്നേലിട്ടാണ്. ഇനി ഞാൻ നിങ്ങളോട് വേറെ കാര്യം സൂചിപ്പിക്കണം. ഈ K മുരളീധരൻ തോൽപ്പിക്കുന്ന പ്രതാപന്റെ താല്പര്യം എന്തായിരുന്നു നിങ്ങൾക്കറിയാം? സുരേഷ് ഗോപിയുടെ താല്പര്യം എന്തായിരുന്നു? K മുരളീധരൻ തൃശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് MP ആയി കഴിഞ്ഞാൽ തൃശൂരിലെ കോൺഗ്രസ് K മുരളീധരൻ പിടിക്കാതെ TM പ്രതാപൻ അറിയാം. അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ TM പ്രതാപന്റെ കാര്യം അവതാളത്തിലാവും. ആ ഒറ്റ കാരണം കൊണ്ടാണ് പ്രതാപനും ഈ ഇടപാട് നടത്തി അദ്ദേഹത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത്. അതൊന്നും ഐക്യജനാധിപത്യ മുന്നണി കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ കടവലൂർ പഞ്ചായത്തിലെ 2ാം ഘട്ട വാഹന പ്രചരണ പര്യടനത്തിന് പെരുമ്പിലാവിൽ സമാപനമായി. ഞായറാഴ്ച രാവിലെ തിപ്പിലശ്ശേരി പൊന്നാംകുന്ന് ഉന്നതിയിൽ നിന്നും KPCC ജനറൽ സെക്രട്ടറി KV ദാസൻ ഉദ്ഘാടനം ചെയ്ത പര്യടനം നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ പഞ്ചായത്തിലെ 30-ലധികം കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി സ്വീകരണം ഏറ്റുവാങ്ങി. പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണത്തിന് UDF നേതാക്കളായ PK ദേവദാസ്, K ജയശങ്കർ, K വിശ്വംഭരൻ, നാസർ കടവല്ലൂർ,
ജമാൽ കോട്ടൂൽ, അബു പുത്തൻകുളം എന്നിവർ നേതൃത്വം നൽകി. സ്വീകരണത്തിന് സ്ഥാനാർത്ഥി അജയ് മോഹൻ നന്ദി പറഞ്ഞു. മണലൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KK അനീഷ് കുമാറിന്റെ വാഹന പ്രചരണ യാത്ര ചൂണ്ടൽ പഞ്ചായത്തിലും മുല്ലശ്ശേരി പഞ്ചായത്തിലുമായി നടന്നു. ചൂണ്ടൽ പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് നടന്ന റാലിയിൽ രാജ്യസഭാ MP PT ഉഷ പങ്കെടുത്തു. നൂറുകണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരന്നു. വിവിധ കലാരൂപങ്ങൾ, വാദ്യാഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ തൂവാനൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച വാഹനജാഥ കേച്ചേരി സെന്ററിൽ സമാപിച്ചു. BJP പാവർട്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി PG ഗിനീഷ്, വൈസ് പ്രസിഡന്റ് സന്തോഷ് കോലാരി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സരിത ജയേഷ്, മുരളീദാസ് എന്നിവർ നേതൃത്വം നൽകി. തിങ്കളാഴ്ച രാവിലെ മുല്ലശ്ശേരി പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടന്നത്. പര്യടനത്തിനിടെ തായ്ലൻഡിൽ നടന്ന ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത സംഗീത് അജിത്തിനെ KK അനീഷ് കുമാർ ആദരിച്ചു. തൊഴിലാളികളെയും പ്രമുഖ വ്യക്തികളെയും സന്ദർശിച്ച വോട്ട് അഭ്യർത്ഥന നടത്തിയ ശേഷം മധുക്കര 4 സെന്റ് സാകേതത്തിലും സ്ഥാനാർത്ഥി പര്യടനം നടന്നു. പരപ്പുഴ കാളിക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. OBC മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭഗീഷ് പൂരാടൻ, BJP മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് TG പ്രവീൺ, മണ്ഡലം സെക്രട്ടറി S ശ്രീജ എന്നിവർ അനീഷ് കുമാറിനൊപ്പം ഉണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി AC മൊയ്തീന്റെ വിജയത്തിനായി വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു. വെള്ളാറ്റഞ്ഞൂർ പള്ളിക്ക് സമീപത്തു നിന്നും ആരംഭിച്ച റാലി പുലിയന്നൂർ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവീനർ MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് TM വേണു അധ്യക്ഷനായി. സ്ഥാനാർത്ഥി AC മൊയ്തീൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ KV അഷ്ന, ശ്രീമതി ജനാർദ്ദനൻ, ബിന്ദു നന്ദൻ, വെള്ളാറ്റഞ്ഞൂർ ലോക്കൽ സെക്രട്ടറി KV ഫ്രാൻസിസ്, അഡ്വക്കേറ്റ് EF യോഹന്നാൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ വടക്കേക്കാട് മേഖലകളിലെ വിവിധ ആരാധനാലയങ്ങളിലും ലേബർ ക്യാമ്പുകളും സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു. തിങ്കളാഴ്ച രാവിലെ കപ്ലിയങ്ങാട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നാണ് പര്യടനം ആരംഭിച്ചത്. കൗക്കാനപ്പെട്ടി, തെക്കേക്കാട്, വട്ടംപാടം, കരുവമ്പായി, അഞ്ഞൂർ, ആൽ, കച്ചേരിപ്പടി എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി. തുടർന്ന് KP നമ്പൂതിരീസ് ഫാക്ടറിയിലും മിക്കായൽ ഓയിൽ കമ്പനിയിലുമെത്തി ജീവനക്കാരോട് വോട്ട് അഭ്യർത്ഥിച്ചു. സ്ഥാനാർത്ഥിയോടൊപ്പം BJP നോർത്ത് ജില്ലാ സെക്രട്ടറി KR ബൈജു, പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് കിളിയാമ്പറമ്പിൽ, സെക്രട്ടറി സുഭാഷ് വെങ്കളത്ത്, ബാബു വടക്കേക്കാട്, സുരേഷ് കൗക്കാനപ്പെട്ടി, ജ്യോതി തിരുവളയന്നൂർ, സതീഷ് പൂത്തോട്ടിൽ, നിഷാദ്, മണികണ്ഠൻ വയലത്തൂർ, ധനീഷ് താമരശ്ശേരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. 1.25 കിലോഗ്രാം കഞ്ചാവുമായി വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം, ബ്ലാങ്ങാട്, ഒരുമനിയൂർ, മുത്തമ്മാവ് മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനക്കാരനായ കടപ്പുറം ഇരട്ടപ്പുഴ വലിയകത്ത് വീട്ടിൽ കൃഷ്ണൻ മകൻ രഞ്ജിത്താണ് പിടിയിലായത്. ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ രാജീവ് NSന്റെ നേതൃത്വത്തിൽ SI മനോജ്, ASI വിമൽലാൽ, SCPO അജിത് ലാൽ, CPO പ്രശാന്ത്, CPO അരുൺ T എന്നിവരടങ്ങുന്ന സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. 22 കാരറ്റ് 1 പവൻ സ്വർണത്തിന് 165 രൂപ കുറഞ്ഞ് വില 1,09,360 രൂപയായി. 1 ഗ്രാമിന് ഇന്ന് 13,670 രൂപയിലാണ് വ്യാപാരം നടക്കുന്നത്. 1 പവന് 1,320 രൂപയാണ് ഇടിഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 1,10,680 രൂപയായിരുന്നു 3 ദിവസമായി സ്വർണത്തിന്റെ വില. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ സ്വർണ്ണവില 1,09,240 രൂപയാണ്. ഏപ്രിൽ 2-നാണ് ഈ വില രേഖപ്പെടുത്തിയിരുന്നത്. വേലൂർ മണിമലർക്കാവ് ദേവീക്ഷേത്രത്തിലെ ഗോളക സമർപ്പണത്തിന്റെ ഭാഗമായി ഗ്രാമപ്രദക്ഷിണം നടന്നു. മണിമലർക്കാവ് ദേവീക്ഷേത്ര തട്ടക പ്രദേശങ്ങളിലേക്കാണ് ഗോളക ഗ്രാമപ്രദക്ഷിണം നടന്നത്. തട്ടകത്തിലെ വിവിധ ക്ഷേത്രങ്ങളിലും ദേശകുതിരപ്പുരകളിലും കുതിര സമുദായത്തിലുമായി 40ഓളം സ്ഥലത്താണ് ഗോളകയ്ക്ക് സ്വീകരണം നൽകിയത്. സന്ധ്യയ്ക്ക് വേലൂർ കാർത്തേനി ദേവി ക്ഷേത്രത്തിൽ നിന്നും 1000-ലധികം താലത്തിന്റെയും നാദസ്വരത്തിന്റെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ഗോളക എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പ്രസാദഊട്ടും ഉണ്ടായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി നാരായണൻ നമ്പൂതിരി കാർമ്മികനായി. ഗ്രാമപ്രദക്ഷിണത്തിന് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, കോർഡിനേറ്റർ ബാബുരാജ് കേച്ചേരി, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി ഭാരവാഹികളായ ഉണ്ണികൃഷ്ണൻ അമ്പക്കാട്ട്, ശിവദാസൻ വടുതല, അരുൺ അമ്പക്കാട്ട്, മാതൃസമിതി ഭാരവാഹികളായ ഇന്ദിര ബാലകൃഷ്ണൻ, ശൈലജ സതീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചരിത്രപ്രസിദ്ധമായ വേലൂർ വെങ്ങിലശ്ശേരി മണിമലർക്കാവ് ക്ഷേത്ര പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ദേവിയുടെ പഞ്ചലോഹ ഗോളകയുടെയും തിടമ്പിന്റെയും ഗ്രാമപ്രദക്ഷിണ ജാഥയ്ക്ക് കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെയും താലത്തിന്റെയും അകമ്പടിയോടെയാണ് സ്വീകരണം നടത്തിയത്. ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളായ അമ്പലപ്പാട്ട് മണികണ്ഠൻ, ഗോപിനാഥ്, കുതിരവേല കമ്മിറ്റി ഭാരവാഹികളായ TR ചന്ദ്രൻ, KS വേലായുധൻ, ചന്ദ്രൻ തേറുപറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 12-ാം തീയതി രാവിലെ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗോളക സമർപ്പണം നടത്തും. പുന്നൂർക്കുളം ആൽത്തറ ഗോവിന്ദാപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ദേശപൂരം ആഘോഷിച്ചു. വൈകിട്ട് 3-ന് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. നാട്ടുപ്രദക്ഷിണം നടത്തിയ ശേഷം വൈകിട്ട് 5 മണിക്ക് ആൽത്തറയിൽ കൂട്ടിയെഴുന്നള്ളിച്ചു. തുടർന്ന് ആൽത്തറ മേളം അരങ്ങേറി. ഗജവീരന്മാരായ ചിറക്കൽ കാളിദാസൻ, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ഊട്ടോളി രാമൻ, ചെർപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എന്നിവർ തിടമ്പേറ്റി. ആൽത്തറ മേളത്തിൽ 200-ൽ പരം കലാകാരന്മാർ അണിനിരന്നു. വിവിധ ആഘോഷ സമിതികളുടെ നേതൃത്വത്തിൽ നടന്ന മേളത്തിന് കല്ലൂർ ഉണ്ണികൃഷ്ണൻ, ശുഗപുരം ദിലീപ്, ശുഗപുരം രഞ്ജിത്ത്, നിഖിൽ പാവർട്ടി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 18 മുതൽ 28 വരെയുള്ള ദിവസങ്ങളിൽ നടത്തുന്ന വൈശാഖ ഏകാദശി ഉത്സവത്തിന്റെ ഭാഗമായി ഏപ്രിൽ 23-ന് ധ്വജ പ്രതിഷ്ഠയിൽ കൊടിയേറ്റവും നടത്തും. ഗുരുവായൂർ ചാമുണ്ടേശ്വരി, നളന്ദ കാളിയൻസും ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രദേശവാസികൾക്കായി മികച്ച നേത്ര ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കാഴ്ച വൈകല്യങ്ങൾ, തിമിരം, ഗ്ലോക്കോമ തുടങ്ങിയവ കണ്ടെത്തുന്നതിനായുള്ള അത്യാധുനിക പരിശോധനകൾ ക്യാമ്പിൽ സൗജന്യമായി നടത്തി. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലിലെ പ്രശസ്തരായ ഒപ്റ്റോമെട്രിസ്റ്റുകളും മെഡിക്കൽ സംഘവുമാണ് രോഗികളെ പരിശോധിച്ചത്. ശസ്ത്രക്രിയയോ കൂടുതൽ ചികിത്സയോ ആവശ്യമുള്ളവർക്ക് പ്രത്യേക ഇളവുകളോടെയുള്ള നിർദ്ദേശങ്ങളും ക്യാമ്പിൽ നൽകി. നളന്ദ കാളിയൻസ് ഭാരവാഹികളായ KA മോഹൻ, AK ബാബു, രാജീവ് ചീരോത്ത്, KK അനീഷ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. യേശുനാഥന്റെ ഉയിർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിച്ച് മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ഈസ്റ്റർ ആഘോഷിച്ചു. സഭ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവകപ്പള്ളിയിൽ നടന്ന ഈസ്റ്റർ ശുശ്രൂഷകൾക്ക് സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്ത കാർമ്മികത്വം വഹിച്ചു. പുലർച്ചെ ആരംഭിച്ച ശുശ്രൂഷകൾ കർത്താവിന്റെ പുനരുദ്ധാനം അറിയിച്ചുള്ള പ്രദക്ഷിണത്തോടെ സമാപിച്ചു. ഡീക്കൻ ഔഗേൻ മാങ്ങൻ, ഡീക്കൻ ജഹാൻ പനക്കൽ, ഡീക്കൻ എൽദോ പനക്കൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഭദ്രാസന പള്ളി ഊഴവികാരി ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂർ, ഇടവക വികാരി ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, സെക്രട്ടറി ജോഷി ജോസ്, ട്രഷറർ റെയ്സൻ ബാബു എന്നിവരടങ്ങിയ ഇടവക കമ്മിറ്റി നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,670 രൂപ, പവന് 1,09,360 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം. കുന്നംകുളം മെയിൻ റോഡിൽ പരേതനായ പുനരഞ്ചേരി ജെയിംസ് ഭാര്യ മേരിക്കുട്ടി നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം CSI സെന്റ് പോൾസ് ദേവാലയ സെമിത്തേരിയിൽ നടന്നു. പരേതനായ ജൂബി, ജൂലി എന്നിവർ മക്കളാണ്. വെള്ളർക്കാട് പുത്തൂർ പരേതനായ ജോസ് ഭാര്യ ലിസി ജോസ് നിര്യാതയായി. 67 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9-ന് വെള്ളർക്കാട് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ലിജോ, ലിജി, ഫ്രാൻസിസ്, ലിറ്റി, റോബിൻ എന്നിവർ മക്കളാണ്. എയ്യാൽ പന്തായൽ പരേതനായ സുബ്രഹ്മണ്യൻ ഭാര്യ വിജയലക്ഷ്മി നിര്യാതയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11:30-ന് വീട്ടുവളപ്പിൽ നടക്കും. മഞ്ജു, സുരേഷ്, സുരഭി, ഡോക്ടർ ഹരി, ജീവൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 16-ാം കേരള നിയമസഭയിലേക്കുള്ള പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക്. മുന്നണികൾ അവസാനഘട്ട പ്രചരണത്തിൽ. കൊണ്ടും കൊടുത്തും ആരോപണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം. കലാശക്കൊട്ടിന് സുരക്ഷാ നിർദ്ദേശങ്ങളുമായി പോലീസ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേരളത്തിലെ സാധാരണക്കാരുടെ വിശ്വാസത്തെ തകർത്ത വലിയ അഴിമതിയാണെന്ന് രാഹുൽ ഗാന്ധി. ആയിരക്കണക്കിന് നിക്ഷേപകർ അവരുടെ ജീവിത സമ്പാദ്യം നഷ്ടപ്പെട്ടുവെന്നും ഈ വിഷയത്തിൽ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് സർക്കാർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചില്ലെന്നും കുന്നംകുളത്തെ പ്രചരണ യോഗത്തിൽ രാഹുൽ ഗാന്ധി.
1.25 കിലോഗ്രാം കഞ്ചാവുമായി വിൽപ്പനക്കാരൻ അറസ്റ്റിൽ. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടപ്പുറം ബ്ലാങ്ങാട് ഒരുമനിയൂർ മുത്തമാവ് മേഖലകളിലെ കഞ്ചാവ് വിൽപ്പനക്കാരനായ കടപ്പുറം ഇരട്ടപ്പുഴ വലിയകത്ത് വീട്ടിൽ കൃഷ്ണൻ മകൻ രഞ്ജിത്താണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.